എല്ലാവർക്കും നല്ല നമസ്കാരം. എന്റെ ഈ പിറകെ കാണുന്ന പള്ളി ഏതാന്ന് ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും അറിയാം. നോർത്ത് ചാലക്കുടി പള്ളിയാണ്. ഈ പള്ളിയുടെ അങ്കണം, ഈ പള്ളിയുടെ അകത്ത് ഒരു വലിയ നന്മ നടക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ രോഗികളുടെയും കിടപ്പ് രോഗികളുടെയും വാർദ്ധക്യകാല ജീവിതം നയിക്കുന്നവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ നിറമുള്ള വർണ്ണമുള്ള ആഘോഷ രാവുകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമൊക്കെ, കിടപ്പ് രോഗികളായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ, അല്ലെങ്കിൽ വയസ്സായ അപ്പച്ചന്മാരും അമ്മമാരും അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഇരുട്ടിന്റെയും അന്ധകാരത്തിന്റെയും നിറം കണ്ട്, ആ അന്ധകാരത്തിന്റെ ഇതൊക്കെ കണ്ട് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. ഇതിൽ നിന്നും ഒരു മാറ്റം അവർക്കും അവരെയും ഈ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന്, ഇടവക സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവർക്കും ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒരു ദിവസം ഒരുക്കുന്ന, അവരെയും ഓർമ്മിക്കുന്ന, അവർക്ക് വേണ്ടി അവരും ഈ ഇടവക സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു ഇടപെടൽ നടത്തുന്ന കാര്യമാണ് നോർത്ത് ചാലക്കുടി പള്ളിയിലെ സോഷ്യൽ ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചടങ്ങും വളരെ ഏറെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പള്ളിക്കകത്ത് നടക്കുന്നത്. ഇപ്പോൾ പള്ളിയുടെ ഉള്ളിൽ ആരാധനയും ദിവ്യബലിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടപ്പ് രോഗികളെയൊക്കെ തന്നെ ബെഡുകൾ പള്ളിയുടെ ഉള്ളിൽ ഒരുക്കി ആ ബെഡിൽ കിടന്നാണ് ദിവ്യബലി അർപ്പിക്കുന്നതും അതുപോലെ തന്നെ ആരാധനയിലൊക്കെ പങ്കുചേർന്നതും അവർക്കും വലിയൊരു അനുഭവമാണ്. കാരണം ഞങ്ങൾ കിടപ്പിലായി, ഞങ്ങൾക്ക് ആരുമില്ല എന്നല്ല, ഞങ്ങളുടെ ഇടവക സമൂഹം ഞങ്ങളെയും കൂടെ നിർത്തുന്നു എന്നുള്ളൊരു വലിയ ഹൃദയാനുഭവം കൊടുക്കാനായിട്ട് നോർത്ത് ചാലക്കുടി പള്ളിക്ക് സാധിച്ചു. നമുക്ക് ആ മനോഹരമായിട്ടുള്ള ഹൃദയാർദ്രമായ കാഴ്ചകളിലേക്ക് കടന്നില്ല. നമ്മൾ ഈ രണ്ട് കാലുമോ നടന്നും ഓടിയൊക്കെ പോകുമ്പോൾ ഈ ലോകം മുഴുവനും നമ്മുടെ കയ്യിലാണെന്നൊരു തോന്നലുണ്ടോ? പക്ഷേ ഒരിക്കൽ നമ്മൾ വീണുപോകും. ആ വീണുപോയി കഴിയുമ്പോഴാണ് നമുക്ക് ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും വലിയ ആഘോഷങ്ങളുടെയും വലിയ സന്തോഷ സമന്വയങ്ങളുടെയും ഉള്ളിൽ നിന്നിരുന്ന നമ്മൾ വലിയ ഒറ്റപ്പെടലിലേക്ക് മാറും. ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം നമ്മോടൊപ്പം ഉണ്ടാവും. പക്ഷെ ആരുമില്ലാതിരിക്കുന്നൊരവസ്ഥ ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അമ്പതിരുന്നാളിൻ്റെ ബാൻഡ് മേളങ്ങളും വലിയ ആഘോഷങ്ങളുമൊക്കെ നമ്മുടെ വീടുകളിലുമൊക്കെ നടക്കുമ്പോൾ കിടപ്പ് രോഗികൾ എന്ന് പറയുന്നവർ ഏകാന്തതയിലും ഒറ്റപ്പെട്ട അവസ്ഥയിലുമായിരിക്കും. അങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് നോർത്ത് ചാലക്കുടി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന വയോജന രോഗി സംഗമം. കഴിഞ്ഞ വർഷവും ഞാൻ ഈ പരിപാടിക്ക് പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ് ഈ വർഷം എത്തിയപ്പോൾ ഉണ്ടായ ഒരു സംഭവം, എൻ്റെ വീട്ടിലും ഒരു കിടപ്പ് രോഗി ഉണ്ടായി. അതെൻ്റെ സ്വന്തം പിതാവാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ഈ ഇടവക ദേവാലയത്തിലെ പരിപാടികൾ കാണുമ്പോൾ, ഇന്ന് അപ്പനോടൊപ്പം പരിചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അവരുടെ ദുഃഖവും വിഷമങ്ങളുമെല്ലാം. ഈ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ മുഴുവൻ ഭാരവാഹികൾക്കും ഇടവക വികാരിക്കും ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച സോഷ്യൽ ആക്ഷൻ ഫോറത്തിനും ഹൃദയ പാലിയേറ്റീവ് കെയറിനുമെല്ലാം പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. നോർത്ത് ചാലക്കുടി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന വയോജന രോഗി സംഗമത്തിൽ ഹൃദയ പാലിയേറ്റീവ് കെയർ രൂപത ഡയറക്ടർ ഫാദർ ഷാജു ചെറിയത്ത് മുഖ്യ കാർമ്മികനായി ബലിയർപ്പിച്ചു. ഫാദർ റിൻഡോ തെക്കിനേത്ത്, ഫാദർ ജോസഫ് മാളിയേക്കൽ എന്നിവർ സന്ദേശം നൽകി. കുമ്പസാരം, വിശുദ്ധ കുർബാന, സന്ദേശം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നീ കർമ്മങ്ങളും മുതിർന്ന വയോജനങ്ങൾക്ക് ആദരവ്, സ്നേഹവിരുന്ന് എന്നീ പരിപാടികളും വയോജന രോഗി സംഗമത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇടവകയിലെ രോഗികളെയും വയോജനങ്ങളെയും ഇടവക സമൂഹത്തോട് ചേർത്ത് നിർത്തിയ പരിപാടി ഏറെ ഹൃദയാർദ്രമായി.